നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിസർവ് ബാങ്കിൻ്റെ ഇടപെടലോട് കൂടി മാർക്കറ്റ് ഒന്ന് മുന്നോട്ട് കുതിച്ചു. വലിയ മുന്നേറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഉള്ള ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ തിങ്കളാഴ്ച നല്ല രീതിയിൽ താഴോട്ട് പോയ മാർക്കറ്റ് അതേപോലെ ഒന്ന് തിരിച്ചു വന്നു. എന്നാൽ തന്നെയും അതിൻ്റെ കടമ്പകളൊന്നും കടന്നിട്ടില്ല. 28,957 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 23,130 വരെ മാർക്കറ്റ് കയറുകയുണ്ടായി. പക്ഷെ അത് നിലനിർത്താനായില്ല. 23,000 താഴോട്ട് പോയി. RBI 60,000 കോടി രൂപയുടെ ബോണ്ട് സെല്ല് ചെയ്ത് മാർക്കറ്റിലേക്ക് ക്യാഷ് ഇറക്കും എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നതാണ് ഈ ചെറിയ മുന്നേറ്റത്തിന് കാരണമായത്. ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലയിലുള്ള ഷെയറുകളാണ് ഈ മുന്നേറ്റത്തിൽ മികച്ച പിന്തുണ നൽകിയത്. HDFC ബാങ്ക് ആയാലും ICICI ബാങ്ക് ആയാലും നന്നായി മുന്നോട്ട് പോയി. ബജാജ് ഫിനാൻസ് നന്നായിട്ട് മുന്നേറി. അങ്ങനെയുള്ള ഷെയറുകളാണ് ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത്. മാർക്കറ്റിലുണ്ടാകുന്ന ഇതുപോലെയുള്ള മുന്നേറ്റങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നതൊന്നുമല്ല. ഇനിയിപ്പോൾ ശനിയാഴ്ചത്തെ ബഡ്ജറ്റ് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആവും എന്നതാണ്. ഇന്ന് താണാൽ നാളെ പൊങ്ങുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ പോകുമെന്ന് തോന്നുന്നു. കൂടുതൽ ഡീപ്പായിട്ട് 22,000 കടന്ന് 21,500 എത്താനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് പലരും അഭിപ്രായങ്ങൾ പറയുന്നത്. 21,500 21 ഇടയിലായിരിക്കും ഈ താഴ്ചയിലെ ഏറ്റവും അവസാനത്തെ നിലനിൽപ്പ് ഉള്ളൂ എന്ന് പറയുന്നു പലരും. അതെന്തുമാകട്ടെ, ഇന്ന് മാർക്കറ്റിലുണ്ടായ ഈ ചലനത്തിന് RBIയുടെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും മികച്ചു നിന്നതെന്നുള്ളതിന് സംശയമില്ല. ഇതിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് മുന്നേറിയത്. അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ ടെക്നോളജി മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വലിയ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ChatGPTക്ക് എതിരായിട്ട് ചൈനയുടെ ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. AI പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. ഡീപ്സീക്കിൻ്റെ കടന്നുവരവ് അമേരിക്കയിലെ ഈ അത്തരം കമ്പനികൾ, AI പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ ഷെയറുകളെയൊക്കെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ NVIDIAയുടെ ഷെയർ ഏതാണ്ട് 18% ഇടിഞ്ഞ് താഴോട്ട് വന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് തികച്ചും അപ്രതീക്ഷിതമായ അടിയാണ് ചൈനയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഡീപ്സീക്കിൻ്റെ V3 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആപ്പ് എല്ലാവർക്കും സൗജന്യമാണെന്നിങ്ങടെ അറിയുമ്പോൾ ChatGPTയൊക്കെ ചാർജ് ചെയ്തിരുന്ന ChatGPTയേക്കാൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഇവയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നുവെന്നും പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിലേക്ക് തിരിയും. ChatGPTയുടെ അവസ്ഥ എങ്ങനെയാവുമെന്ന് കണ്ടറിയണം. മാർക്കറ്റിൽ ചില ടെക്നിക്കലായിട്ടുള്ള ചില പെർഫോമൻസുകൾ കൊണ്ട് ഫ്ലോട്ടിംഗ് മണിയെ, അതായത് ലോകത്തിൽ ഒഴുകി നടക്കുന്ന പണം എന്ന് പറയാൻ വേണമെങ്കിൽ, അങ്ങനെയുള്ള പണത്തെ വാരിക്കൂട്ടുന്ന ഒരു സംവിധാനമാണ് അമേരിക്ക ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഗൂഗിളായാലും ഇവിടെ മെറ്റ, അതുപോലെ തന്നെ ഈ AI പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് കമ്പനികൾ ഒക്കെ ഇതുപോലുള്ള ടെക്നോളജി കൊണ്ട് ലോകത്തിൻ്റെ സമ്പത്ത് അമേരിക്കയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. വാരിക്കൂട്ടുന്നു. ഒഴുകി നടക്കുന്ന ആ പണത്തെ വാരിക്കൂട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചൈനീസ് കമ്പനികൾക്ക് അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും ആഗോള മാർക്കറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരുപാട് വലുതായിരിക്കും. ആ രീതിയിലാണ് മാർക്കറ്റ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രങ്ങൾ. അപ്പോൾ ചൈനയുടെ AI ടെക്നോളജിയിലുള്ള മുന്നേറ്റം തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അവരുടെ ആപ്പ് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുവെന്നാണ് ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും തന്നെ പറഞ്ഞിരിക്കുന്നത്.
ഇന്ത്യയിലെ കമ്പനികൾ പലരും പറയുന്നു ചൈനയുടേത് തന്നെയാണ് മികച്ചു നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പണം അങ്ങോട്ട് ഒഴുകും. അല്ലെങ്കിൽ അതുപോലെയുള്ള ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ അമേരിക്കക്കാരൻ വാരിക്കൂട്ടുന്ന പണത്തിന് അളവ് കുറയുകയും ആ കമ്പനികളുടെ വിലകൾ ഇടിയുകയും ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഗൂഗിളിൻ്റെ AI ഉണ്ട്, ജെമിനി ഉണ്ട്, ChatGPT, ഇതെല്ലാം പണം വരുന്നത് അമേരിക്കയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അത് മാർക്കറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെക്നോളജി മേഖലയിലെ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാസ്ഡാക്ക് നല്ല രീതിയിൽ താഴോട്ട് പോയി. അങ്ങനെയൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയം വേണ്ട. ഇന്ത്യൻ ടെക്നോളജി കമ്പനികൾക്കും അതുപോലുള്ള അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും ഇതിൻ്റേതായ രീതിയിൽ തിരിച്ചടികളുണ്ടാവും. അപ്പോൾ അതൊരു മാർക്കറ്റിന് വ്യത്യസ്തമായ ഒരു നിലപാടിലാണ്. മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഈ ബഡ്ജറ്റ് വരെ തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാർക്കറ്റിലുണ്ടാകുന്ന ഈ ചലനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപ സാധ്യതകളിൽ അല്ലെങ്കിൽ നിക്ഷേപത്തിനുള്ള പ്രവണതയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും ആടി ഉലയുന്ന ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് നിക്ഷേപ സാധ്യതകൾ കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബഡ്ജറ്റോടുകൂടി ഉണ്ടാകുന്ന ഒരു തീരുമാനത്തിന് ശേഷം, ബഡ്ജറ്റിൻ്റെ ദിവസമല്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് ശരിയായ ദിശയിലേക്ക് വരിക എന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കൂടുതൽ ഇടപാടുകൾ നടത്താതിരിക്കുന്നതും നല്ലതാണ്. അതുതന്നെയല്ല, നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ ഇപ്പോൾ ഈ തരം മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിനെ തന്നെ കൂടുതൽ കേന്ദ്രീകരിക്കുകയും NAV വളരെ താഴെ വന്നിട്ടുള്ള നല്ല ഫണ്ടുകളിലേക്ക് നിക്ഷേപങ്ങൾ മാറ്റുകയും ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ബാങ്കിങ് മേഖലയാണ് മികച്ചു നിന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ HDFC ബാങ്ക് നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. ബജാജ് ഫിനാൻസിന് നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നതാണ്. 6200 നിന്ന സമയത്താണ് 6200 നിന്ന് അത് 7500 ഇന്ന് 7700 വരെ ഇന്ന് കടക്കുകയുണ്ടായി. അപ്പോൾ മാർക്കറ്റിൽ കുറഞ്ഞ കാലാവധികളുണ്ട് ഇത്രയും വലിയ മുന്നേറ്റം അതിനുണ്ടായി ആ ഷെയറിന്. അപ്പോൾ അതുപോലെയുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. എന്നിട്ട് നിക്ഷേപിക്കുക. അപ്പോൾ ഇത്തരം വോളറ്റൈലായ മാർക്കറ്റിലും ഇതുപോലെ ഇടിയുന്ന മാർക്കറ്റിലും നിങ്ങൾക്ക് പ്രവർത്തനം വിപുലപ്പെടുത്താൻ പറ്റും. നല്ല രീതിയിൽ മുന്നേറാനും പറ്റും. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക. ഈ ബഡ്ജറ്റിൽ ഏത് സെക്ടറുകൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് ലഭിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. എന്നാലും പലരും പ്രതീക്ഷിക്കുന്ന ചില മേഖലകളുണ്ട്. അതിനൊക്കെ ഇമ്പോർട്ടൻസ് ലഭിക്കുകയാണെങ്കിൽ ഇന്ന ഷെയറുകളൊക്കെ മികച്ചതാവാം എന്നൊക്കെ പലരും കണക്ക് കൂട്ടുകയാണ്. നമ്മൾക്കും അങ്ങനെ ചില കണക്കുകൂട്ടലുകൾ നടത്താം, അതിന് കുഴപ്പമില്ല. പക്ഷെ അതൊന്നും അങ്ങനെ തന്നെ ആയിക്കൊള്ളണം ഒരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ആ സെക്ടറിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതിരുന്നാൽ അത് പഴയ രീതിയിൽ തന്നെ തുടരും, അല്ലെങ്കിൽ താഴ്ചയിലേക്ക് പോകാം ചിലത്. ഇതൊക്കെ സംഭവിക്കാം. എങ്കിലും നമ്മൾക്കൊരു ചില പ്രതീക്ഷകളോടെ നോക്കിയിരിക്കാവുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് പണം ഇറക്കി ഇനി ഇന്ന മേഖലകളിലേക്ക് പണം ഇറക്കിയാലേ ഇവിടുത്തെ ഈ സാമ്പത്തിക രംഗം മെച്ചപ്പെടുകയുള്ളൂ എന്ന് കരുതുന്ന ചില സ്റ്റോക്കുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നോക്കാവുന്ന ചില ഷെയറുകളെ നമ്മൾക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല സ്റ്റോക്കുകളും തന്നെയാണ്. പ്രതിരോധ മേഖലയ്ക്കും ഒക്കെ കിട്ടുന്ന പരിഗണന നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഷെയറാണ് BEL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അത് 337 രൂപയൊക്കെ വന്നതാണ്. അതിപ്പോൾ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ്. അതിനെ നമ്മൾക്ക് 258 രൂപയിൽ ഇപ്പോൾ അത് ലഭിക്കും. അപ്പോൾ 258 രൂപയിൽ ലഭിക്കുന്ന ആ ഷെയറിനെ ഒന്ന് നോക്കി വയ്ക്കാവുന്നതാണ്. പ്രതിരോധ മേഖലയ്ക്ക് മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, ഇലക്ട്രിക്കൽ മേഖലയിൽ, ഇലക്ട്രോണിക്സിൻ്റെ മേഖലയിലൊക്കെ മുടക്കുമുതലുകൾ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. പ്രതിരോധ മേഖലയിൽ നിന്നും ഒക്കെ ഇത് കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് BEL. അതുകൊണ്ട് അതിനെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. മറ്റൊന്ന് സീമെൻസ് ആണ്.
ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിൻ്റെ ലോകപ്രശസ്തമായ നിർമ്മാതാക്കളാണ് സീമെൻസ് ഇന്ത്യ ഇവിടെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടും. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസനങ്ങൾ വരുമ്പോൾ അതിന് കൂടുതൽ ഓർഡറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാവുന്നതാണ്. ഇതൊന്നും കൃത്യമല്ല കേട്ടോ. ഇത്തരം കാര്യങ്ങൾ തന്നെ സംഭവിച്ചോളണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതെന്നേ ഉള്ളൂ. 5680 രൂപയിൽ കിടക്കുന്ന ആ ഷെയർ ഒരു 8000 രൂപ വരെയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 81,029 രൂപയാണ്. 8129 രൂപയാണ്, 8209 രൂപയിലും ലോ ആണെങ്കിൽ 4029 രൂപയിലാണ്. ഇപ്പോൾ അത് 5680 രൂപയിൽ നിൽക്കുന്ന ഷെയറാണ് സീമെൻസ് ഇന്ത്യ. അതൊന്ന് നോക്കി വയ്ക്കാവുന്നതാണ്. പിന്നെ NBCC, ചിലവ് കുറഞ്ഞ വീടുകളുടെ നിർമ്മാണത്തിലേക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ പൈസ ഗവൺമെൻറ് വകയിരുത്തുകയാണെങ്കിൽ അതിനൊക്കെ ഓർഡർ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് NBCC, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഓർഡറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഇങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം ഇതൊന്നും സംഭവിച്ചുകൊള്ളുന്നില്ല. പക്ഷേ കൂടുതൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പണം ജനങ്ങളുടെ കയ്യിലേക്ക് എത്താൻ സാധ്യതയുള്ള ചില മേഖലകളാണിതൊക്കെ. ഇതിലേക്ക് മുടക്കി കഴിഞ്ഞാലേ ജനത്തിന് കൂടുതൽ കാശ് കയ്യിൽ വരികയുള്ളൂ. അഫോർഡബിൾ ഹൗസിംഗ് എന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ പൈസ വരുന്നത് ഇതുപോലെയുള്ള വീടിൻ്റെ കൺസ്ട്രക്ഷനിലാണ്, ഇതുപോലെയുള്ള കമ്പനികളിലാണ്. അവരിൽ നിന്ന് അത് പണിക്കാരിലേക്ക് നേരിട്ടെത്തുന്നു. അങ്ങനെയൊക്കെയാണ് എക്കണോമി ചലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗവൺമെൻറ് ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ഉൾപ്പെടുത്തിയത് NBCCയുടെ. മറ്റൊന്ന് GMR എയർപോർട്ടാണ്. പുതിയതായി എയർപോർട്ടുകളുടെ നിർമ്മാണവും വികസനവും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. GMR എയർപോർട്ടിന് ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവർ എയർപോർട്ടുകൾ കൂടുതലായി അക്വയർ ചെയ്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കമ്പനിയാണ് GMR. ഈ അടുത്തിടെ 103 വരെ പോയതിന് ശേഷമാണ് അത് ഇപ്പോൾ 71 നിൽക്കുകയാണ്. 71 രൂപയിൽ നിൽക്കുന്നു. അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 103, ലോ എന്ന് പറഞ്ഞാൽ 68ആണ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഷെയറാണ് GMR എയർപോർട്ട്. അതൊക്കെ ഒരുപാട് താഴെ കിടന്ന ഷെയറുകളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 24 മുന്നേറ്റത്തിലാണ് ഇതെല്ലാം ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ വേണം. എന്നാൽ തന്നെ ഈ മേഖലകളിലേക്ക് ഗവൺമെൻറ് താല്പര്യം പതിയുകയാണെങ്കിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ചില ഷെയറുകളാണ്. ഓക്കെ, വീണ്ടും കാണാം. ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിക്ഷേപിക്കാനുള്ള ഒരു നിർദ്ദേശമൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ മേഖലകളെ ഒന്ന് പരിചയപ്പെടുക. ആ മേഖലകളിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. നിങ്ങളത് ഇപ്പോൾ കാണുന്നവർ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ഇട്ടും ലൈക്ക് ചെയ്തിട്ടുമൊക്കെ ഒന്ന് സഹായിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം.